ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കുളിയാണ്. ഇനി ചാടി കയറിയിരിക്കുന്നുണ്ടാ ദേ ഇവിടെയാണ് എന്റെ കുളി നടത്താൻ പോണത്. ഞാൻ എന്നും കുളിക്കുന്നത് എവിടെയാ? ഇവിടെ എത്തിണ്ട്. അവളെ മാസത്തിലൊക്കെ കുളിക്കുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ആഴ്ചയിൽ കുളിക്കും. ഞാൻ നല്ല വൃത്തിയും വെടുപ്പുള്ള കൂട്ടത്തിലാണേ. പക്ഷെ അവൾ അങ്ങനെയല്ല. അവള് മാസത്തിൽ കുളിക്കണത് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ്. അല്ലാണ്ട് അവളൊന്നും കുളിക്കില്ല. ദേ ഈ വരണണ്ട, ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടാ. എനിക്കും ഭയങ്കര ഇഷ്ടമാക്കണ്ട. ഞാൻ ഉമ്മയൊക്കെ കൊടുക്കും. ഉമ്മ ഉമ്മ ഉമ്മ. എൻ്റെ അമ്മ ഇങ്ങനെ ഇങ്ങനെ പുഞ്ചിക്കും. ഇതൊന്നും അവൾക്ക് ഇഷ്ടല്ല. അപ്പൊ ഇന്ന് എന്നെ കുളിപ്പിക്കാൻ പോണത് എൻ്റെ അമ്മയാണ് ഗൈസ്. ഞാൻ എൻ്റെ പരാതികളും വിഷമങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെ ഞാൻ പറയുന്നത് എൻ്റെ അമ്മേനോടാ. ഇതൊക്കെ ഒന്നല്ലേ, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അമ്മേനോടാ. കാരണം എന്താന്ന് പറയട്ടെ, എൻ്റെ അമ്മ മാത്രം എന്നെ കേൾക്കുള്ളൂ. എൻ്റെ അമ്മ മാത്രം എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുള്ളൂ. എന്നെ കുളിപ്പിക്കണമെങ്കിൽ, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒക്കെ അമ്മ വേണം. അമ്മ ഒരു ദിവസം ഇല്ലെങ്കിൽ ഞാൻ കൂട്ടിലാണ് ഗൈസ്, കൂട്ടിൽ. എന്നെ ഇവള് പുറത്തിറക്കി പോരില്ല, ഒന്ന് കറങ്ങാൻ പോലും വിടില്ല. സങ്കടമൊന്നുമില്ല. ഈ പരാതികളും ഇതൊക്കെ ഞാൻ വന്ന് പറയുന്നത് എൻ്റെ അമ്മേനോടാ. എൻ്റെ അമ്മേൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിയാ. കണ്ട, എൻ്റെ അമ്മേനെ കുളിപ്പിക്കണം കണ്ടാ നിങ്ങ. അവളെ പോലും ഇങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ അമ്മ എന്നെ എടുത്തോണ്ട് നടക്കും, കുളിപ്പിക്കും, പരിലേപ്പിക്കും. ഭയങ്കര സ്നേഹ. സ്വന്തമായിട്ട് ഷാമ്പൂക്കിന്റെ ഷാമ്പൂ കണ്ട ഷാമ്പൂ കിട്ടാ ഞാൻ കുളിക്കാറ്. ഷാമ്പൂ എനിക്കിട്ട ഷാമ്പൂ ഇതൊന്നും അവൾക്കില്ല. അവളൊരു സോപ്പ് കൊണ്ട് ഒരു കൊല്ലം ഒടിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഇത്തിരി ബഡ്ജറ്റ് കൂടുതലാ. ഞാൻ ഇത്തിരി ക്യാഷ് കൂടിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് അതന്നെ ഇഷ്ടം. വെള്ളമൊക്കെ ഒഴിച്ച് എന്നെ കുളിപ്പിക്കും. അവളൊരു ബക്കറ്റ് കൊണ്ടാ ഒരു മാസം കുളിക്കാം. പക്ഷെ ഞാനങ്ങനെയല്ല. നിങ്ങളിത് കേൾക്കണം ഗൈസ്. എൻ്റെ അമ്മയില്ലാത്ത എൻ്റെ ജീവിതം ഉണ്ടല്ലോ, ഉപ്പില്ലാത്ത കഞ്ഞി വരണ ഗൈസ്, ഒരു സുഖം ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? എൻ്റെ ഒരു നേരത്തെ സങ്കടം കേൾക്കണമെങ്കിൽ എൻ്റെ അമ്മേൻ്റെ അടുത്ത് വരണം. എൻ്റെ അമ്മ എനിക്ക് ഉമ്മയൊക്കെ തരും കണ്ടോ. ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല ഗൈസ്. അവളെ ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് തെറ്റിക്കാൻ നോക്കും. പക്ഷെ ഞങ്ങൾ വിടോ. എൻ്റെ അമ്മ എന്നെ പല്ലൊക്കെ തേപ്പിക്കണ്ട. അവളെ വല്ലതും തയ്ക്കാറില്ല, കുളിക്കില്ല, പിന്നെയാണ് പല്ലേക്കണത്. ഞാൻ പല്ലൊക്കെ തയ്ച്ച് എൻ്റെ സൗന്ദര്യത്തിന് ശ്രേയസി തന്നെ എൻ്റെ അമ്മയാണ്. കാരണം എന്നെ കുളിപ്പിക്കും, പല്ലേപ്പിക്കും. എനിക്ക് കല്യാണാലോചനയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. അതൊക്കെ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ നടത്തിക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എൻ്റെ അമ്മയുടെ സന്തോഷമല്ലോ എൻ്റെ സന്തോഷം. ഞാനൊന്നും കല്യാണം കഴിച്ച് കാണണം എന്നാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹിക്കുക. അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കൂലി മാത്രമല്ല ഗൈസ്, എന്നെ തോർത്തി തരും എൻ്റെ അമ്മ. എന്നെ തോർത്തി ഉണക്കി. എന്തൊരു സ്നേഹമുള്ള അമ്മയെന്നറിയോ. എനിക്ക് 2 പീസ് ചിക്കനൊക്കെ തരും. പക്ഷെ അവൾക്കൊന്നും കൊടുക്കാറില്ല. അവളുടെ വിചാരം അവളെയാണ് ഭയങ്കര ഇഷ്ടമെന്ന്. പക്ഷെ അല്ല ഗൈസ്, അമ്മയ്ക്ക് എന്നെയാണ് ഇഷ്ടം, എന്നെ മാത്രം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്തിനാണെന്നറിയോ? നിങ്ങളും അറിയണം. ഞാൻ ഈ വീട്ടിൽ പീഡനം ഏൽക്കുകയാണെന്നും. ഇതെങ്ങാനും ഞാൻ അമ്മേനോട് പറയാൻ വന്നാലുണ്ടല്ലോ, അവളെന്നെ അടിക്കും ഗൈസ്. ഒരു സ്നേഹമില്ലാത്തവളാ. അപ്പൊ ഇന്നത്തെ കൂലിയൊക്കെ കഴിഞ്ഞു. കൂലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ എടുത്തേണ്ട പോവാണ്. കാരണം ചെളിയൊക്കെ ആവില്ലേ. അതുകൊണ്ട് എൻ്റെ അമ്മേനെ ഇടിക്കും. ഞാനിവിടെ തന്നെ ഇരിക്കും. എൻ്റെ അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. കണ്ടാ, ഞാൻ പതിയെ പതിയെ എനിക്ക് എൻ്റെ വീടും പരിസരവും എൻ്റെ കൂട്ടുകാരെയും എൻ്റെ അമ്മേനെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ പലയില്ലാത്തവളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കൂലിയൊക്കെ കഴിഞ്ഞു. കൂലിയൊക്കെ കഴിഞ്ഞ് പിന്നെ കൂട്ടിലമ്മ എന്നെ കയറ്റും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടാട്ടോ. എന്നെ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ വിടും. അപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ എടുത്തിട്ട് വന്ന് കുറച്ചേരൊക്കെ കൊഞ്ചിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. ഭയങ്കര ലഭ്യു ലഭ്യു ഉമ്മ. ഓക്കെ. കണ്ട, കുലി ഞാൻ വീട്ടുകാരായിട്ട് കൂട്ടിലൊക്കെ കയറും. അപ്പം എൻ്റെ അമ്മ ടാറ്റയൊക്കെ നിന്ന് പോകണണ്ട, കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോ നിങ്ങൾക്ക് എൻ്റെ കുളി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ ഞാൻ വരും ഗൈസ്. ബൈ ബൈ. ഉമ്മ ഉമ്മ എല്ലാവർക്കും ഉമ്മ. അമ്മ പോയി. ഓക്കെ ബൈ.